എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളുമല്ല. ഞാൻ കുറച്ച് മുമ്പ് അതിനുള്ളൊരു ഉത്തരം പറഞ്ഞിരുന്നു. കാരണം എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു പൈസ കണ്ടിട്ട് രാഷ്ട്രീയത്തിന് പുറകെ പോവുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് മുന്നേയും ആവാമായിരുന്നു. രാഷ്ട്രീയം ഒരു തൊഴിലായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി അങ്ങോട്ട് കാണാനും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ നാട്ടിലുള്ള വികസനങ്ങളുടെ ഒക്കെ പിന്നിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നോക്കുമ്പോൾ ഇപ്പം എനിക്ക് പോലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ആൾക്കാരിൽ കാണുന്നില്ല. അപ്പം നമ്മളെ പൈസ വന്നിട്ടാണോ വിളിച്ചത്, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ആൾക്കാർക്ക് തോന്നാം. അത് സ്വാഭാവികമാണ്. ജനങ്ങൾ എന്താ പറയുക, എനിക്ക് അതൊരു പേടിയുണ്ടായിരുന്നു. എൻ്റെ പ്രായമായിരുന്നു, ഇത്രയും ചെറിയ കുട്ടി എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് ആളുകൾ നോക്കുന്നത് യുവത്വം വരട്ടെ എന്നുള്ളതാണ്. കാരണം അവർക്കും ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. സത്യം പറഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2020 NDA സ്ഥാനാർത്ഥിയാണ് ഞാൻ. 2020 എന്താണ് കിഴക്കമ്പലത്ത് കാഴ്ചവെച്ചതെന്ന് നമ്മൾ കണ്ടു. ആ ഒരു വിഷൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു എയിം, അതേ ഒരു നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്യാം, നാടിൻ്റെ വികസനം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് 2020 ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഒരു സെക്കൻഡ് തോട്ടില്ലാതെ ഇതിലേക്ക് വന്നത്. എങ്കിലും ഉണ്ടാവുമല്ലോ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട, രാഷ്ട്രീയ പാരമ്പര്യമില്ല. അപ്പൊ ആ ഒരു അവസരത്തിൽ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? അതിന് ധൈര്യം തന്നൊരു നേതാവാരാണ്? സത്യം പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമില്ല. എന്നിരുന്നിട്ടും ഈ മുന്നേ ഞാൻ പറഞ്ഞ കാര്യം തന്നെ എടുത്തു പറയുന്നത്, 2020 NDA സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം, അങ്ങനെ ഒരു പൊസിഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. കാരണം നമുക്ക് നമ്മളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വികസനം നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ഇപ്പോൾ സാറിനെയൊക്കെ പോലെയുള്ളൊരു സപ്പോർട്ട് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സപ്പോർട്ട് നമുക്ക് വേണം. അങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു എന്താ പറയുക, ഒരു വേദി ആയതുകൊണ്ടാണ് ഒരു സെക്കൻഡ് തോട്ടില്ലാതെ ഞാൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ധൈര്യം തരാൻ ഇപ്പം ഈ 2-3 ദിവസമായി നമ്മളിപ്പോൾ പ്രചരണം തുടങ്ങിയിട്ട് നമ്മുടെ ഒപ്പം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുണ്ട്, നമ്മുടെ സംഘാംഗങ്ങളുണ്ട്, പിന്നെ BDJS, അങ്ങനെ ഈച്ച് ആൻഡ് എവരി ആൾക്കാർ നമ്മുടെ ഒപ്പമുണ്ട്. അതിലപ്പുറത്തേക്ക് നമുക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത്? സാബ് സാർ അല്ലാതെ മറ്റൊരു നേതാവ് ആരായിരിക്കും ഈ ഇറങ്ങുമ്പോൾ ധൈര്യമായി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും? അത് സത്യമായിട്ടും സുനിൽ അങ്കിളായിരിക്കും. അറിയായിരിക്കും, വടയാർ സുനിൽ അങ്കിളാണ് എന്നെ ഒരു എന്താ പറയുക മാർഗദർശി എന്നുള്ള രീതിയിൽ നിനക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതും എനിക്ക് ധൈര്യം തന്നതും അങ്കിൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അങ്കിളിനെ അറിയുന്നവർക്കറിയാം അങ്കിളുടെ വിഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ശരിയാണ്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ ഒരു ധൈര്യം ഉറപ്പായിട്ടും ഇതിന് പിന്നിലുണ്ട്. അധ്യാപിക തൊട്ട് പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതിന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും, നമ്മളാണ് സമയം കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ കൊടുത്തൊരു റീൽസ് താരം എന്നുള്ള നിലയിലൊക്കെ ചിലർ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആതിര ഒരു സംരംഭകയാണെന്നത് പോലും ഉണ്ടല്ലേ? അതെ അതെ, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ സംരംഭം തുടങ്ങിയ ഒരാളാണ്. അത് ഞാൻ അഭിമാനത്തോടെ കൂടി പറയട്ടെ. കാരണം ഇപ്പം ഞാൻ എടുത്തു പറയുന്നു, രാഷ്ട്രീയം ഒരു തൊഴിലായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി അങ്ങോട്ട് കാണാനും ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒരു എന്താ പറയുക എക്സാമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്, 17ാമത്തെ വയസ്സിൽ ഒരു ചെറുതായ രീതിയിലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തി സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതെന്നെ അറിയുന്നവർക്കറിയാം. ഇപ്പം എൻ്റെ അച്ഛനും ഒക്കെ എനിക്കുണ്ട്, പക്ഷെ എന്നിരുന്നാലും എൻ്റെ ചിലവുകൾ ഞാൻ തന്നെ നോക്കണം. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് കീപ്പ് ചെയ്ത് പോന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ഈ ഒരു അവസരം സത്യം പറഞ്ഞാൽ ദൈവതുല്യമായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു അവസരത്തെ ഒരു തരത്തിലും ദുർവിനിയോഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയം ഒരു തൊഴിലായി കൊണ്ട് നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെയും പാർട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് NDA, എന്തുകൊണ്ടാണ് 2020? അതിൻ്റെ കാരണം തന്നെ നമുക്കറിയാം. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ നാട്ടിലുള്ള വികസനങ്ങളുടെ ഒക്കെ പിന്നിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ 2020യുടെ കാര്യം കൂടെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒത്തുചേർന്നാൽ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മനസ്സുണ്ടെങ്കിൽ എനിക്കും അതിലേക്ക് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. അതിനുവേണ്ടി സമയം കണ്ടെത്താനും എനിക്കറിയാം. അപ്പോൾ ഇതെനിക്കുമുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. എങ്കിലും സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്? ഇല്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ ബാലഗോകുലത്തിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. നമ്മുടെ സംഘത്തിൻ്റെ ബാലഗോകുലത്തിലൊക്കെ വളരെ ആക്റ്റീവായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ നമ്മുടെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ആ സമയത്തൊന്നും ഞാൻ പഠിച്ച കോളേജിലും അങ്ങനെ ABVP ഒരു ശക്തമായൊരു ഇതായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് ആ സമയത്ത് കണ്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ രാഷ്ട്രീയം തൊഴിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ റീസൺ തന്നെ അതാണ്. എനിക്ക് രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല. പക്ഷേ അതിലപ്പുറത്തേക്ക് എനിക്ക് രാഷ്ട്രീയം എന്ന ഒരു ടോപ്പിക്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിലിനപ്പുറത്തേക്ക് വികസനം, അല്ലെങ്കിൽ നാടിൻ്റെ നന്മ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയിരുന്ന തെറ്റുകളെ തിരുത്തുക എന്നുള്ളൊരു ചിന്താഗതി, അതൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നാണ് അതിന് സ്ഥാനാർത്ഥിയാകുന്നത്. വീണ നായർ പ്രചാരണമൊക്കെ ആരംഭിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് വന്നിട്ടുള്ളത്.
അപ്പൊ വീണ ചേച്ചി വിളിച്ചിരുന്നു, കാരണം വീണ ചേച്ചി പറയുന്നുണ്ട് ഒരിക്കൽ പ്രചാരണത്തിന് ഞാൻ വരുമെന്ന് പറയുന്നു. ഇന്നലെ വന്നിരുന്നു നമ്മുടെ ഫസ്റ്റ് റോഡ് ചേട്ടാ നമസ്തേ. ഇന്നലെ വീണ ചേച്ചി വന്നിരുന്നു. നമ്മുടെ ഇന്നലെ ആയിരുന്നു റോഡ് ഷോ. നമ്മുടെ വീണ ചേച്ചി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം വണ്ടിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോന്നിരുന്നത്. എനിക്ക് എല്ലാ പിന്തുണയും തന്നു, എല്ലാ അനുഗ്രഹങ്ങളും വീണ ചേച്ചി തന്നിരുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്, ഒരു വനിതയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ ജയിച്ചൊരു MLA ആയി വരുമ്പോൾ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പദ്ധതികൾ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ കാണുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പുറത്ത് വിട്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുടക്കത്തിൽ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മോഡേൺ സൊല്യൂഷൻസ് എന്നുള്ളത്. അതിൽ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തോന്നുന്നു ഇപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് ഞാൻ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ. അത് ഉടനടി തന്നെ ഞാനത് പുറത്ത് വിടും, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, സ്ത്രീ സുരക്ഷ, അത് അതിനുവേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തിരിക്കും. 2020 ആകുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സംരംഭക മേഖലയിൽ കുറച്ചുകൂടി വികസനം എന്നുള്ളതാണ്. അത് ഏറ്റുമാറ്റം എത്രത്തോളം ഇപ്പൊ വിശ്വസിക്കാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ 24-ാം തീയതി നമ്മുടെ സാബു സാറ് ഇവിടെ വരുന്നുണ്ട്. NDA കൺവെൻഷൻ നമ്മൾ എന്തായിരുന്നു ഏറ്റുമാനൂർ നടത്തുന്നുണ്ട്. അന്ന് ഇതെല്ലാം പുറത്ത് പറയുന്നതായിരിക്കും. ഇപ്പോഴീ പോകുന്ന സമയങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു എല്ലാവരും വന്ന് അതിനെ അത്രയേറെ സ്നേഹിക്കുന്നു, അത്രയേറെ ആദ്യമായി കാണുന്ന ഒരാൾ എന്ന രീതിയിലല്ല ഓടി വന്ന് എല്ലാവരും വലിയ സ്നേഹം കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഫീൽ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മുന്നേയും പറഞ്ഞിരുന്നു, ഒരു യുവജനമാണ്, അല്ലെങ്കിൽ യുവത്വമായിട്ടാണ് നമ്മൾ, യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക്, അതും രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത എനിക്ക്, എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനവും സന്തോഷമുള്ളൊരു കാര്യം നമ്മളെ സ്വീകരിക്കുന്നു, ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കാണുമ്പോൾ അത്രമേൽ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് വേറൊന്നും വേണ്ട. സത്യത്തിൽ ഈ സപ്പോർട്ട് മതി. NDA സ്ഥാനാർത്ഥികളെ എല്ലാം കാണാൻ സുരേഷ് ഗോപി ഓരോ മണ്ഡലങ്ങളിലായി എത്തുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വരും എന്നുള്ള ഉറപ്പെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മളെല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പം അതിനുശേഷം എല്ലാം വളരെ മിനിങ്ങാന്നാണ് നമ്മൾ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് നമ്മൾ പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇതേ ഓടി നടക്കണം നമ്മളെല്ലാവരും. നമുക്ക് അതിലൊക്കെ ഉപരി ജനങ്ങളെ കാണുകയാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മളിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിനുള്ളിൽ വരുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഈ കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറയുന്നത്, അതായത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ 2020 ആളുകളെ, അതായത് താരങ്ങളൊക്കെ കളത്തിലിറങ്ങുന്നത് പൈസ കൊടുത്തിട്ടാണ്, വമ്പൻ ഓഫർ കൊടുത്തിട്ടാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളുമല്ല. ഞാൻ കുറച്ച് മുമ്പ് അതിനുള്ളൊരു ഉത്തരം പറഞ്ഞിരുന്നു. കാരണം എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു പൈസ കണ്ടിട്ട് രാഷ്ട്രീയത്തിന് പുറകെ പോവുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് മുന്നേയും ആവാമായിരുന്നു. അങ്ങനെ പൈസ കണ്ടിട്ട് ഒന്നിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്ര സേവനം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനം എന്നൊക്കെ മനസ്സിലൊരു ഫയർ ഉള്ളവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അവിടെ ഇറലവൻ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് 2020 ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ബാലിശമായ ആരോപണങ്ങൾ ആയിരിക്കാം? തീർച്ചയായിട്ടും ആയിരിക്കാം. കാരണം ആളുകൾ നോക്കുമ്പോൾ നമ്മൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ട്. പക്ഷെ അതവർ ചൂണ്ടിക്കാണിക്കുന്നില്ല. അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതാണ് ഒരു പ്രശ്നം. പക്ഷേ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുന്നത്. കാരണം നോക്കുമ്പോൾ ഇപ്പം എനിക്ക് പോലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ആൾക്കാരിൽ കാണുന്നില്ല. അപ്പം നമ്മളെ പൈസ തന്നിട്ടാണോ വിളിച്ചത്, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ആൾക്കാർക്ക് തോന്നാം. അത് സ്വാഭാവികമാണ്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഉള്ളിലൊക്കെ ഫയർ ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ അവസരങ്ങൾ, എന്താ പറയുക, ഇതുപോലുള്ള അവസരങ്ങൾ നമുക്കിതിന് മുന്നേ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ അവസരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നില്ല, നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നടത്തുന്ന ഒരു പ്രചാരണങ്ങളിൽ ഒന്നാണ് 2020 പലയിടങ്ങളിലും BJPയുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാനിവിടെ വന്നു, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് BJP, ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇറലവൻ്റ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആളുകൾ വെറുതെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ കാഴ്ചപ്പാട്. അതൊക്കെ ശരിക്കും അങ്ങനെയല്ല. എൻ്റെ ഒപ്പം ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. അവർ എനിക്ക് അത്രയും സപ്പോർട്ടാണ്. എന്താ പറയുക, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ BJPയുടെ കോട്ടയം പ്രസിഡൻ്റായിട്ടുള്ള ലിജിൻ ചേട്ടൻ, നമ്മളവരുടെ ഓഫീസിൽ പോരുന്ന ചേട്ടൻ എനിക്ക് നല്ലൊരു സ്വീകരണം തന്നു. അതിലൊക്കെ അപ്പുറത്തേക്ക് ഇതിന് എന്ത് തെളിവാണ് വേണ്ടതെന്ന് എനിക്കറിഞ്ഞു. ഈ ആശംസകൾ അറിയിച്ചാൽ ഏതെങ്കിലും പ്രമുഖ നേതാക്കളുണ്ടോ? ഇപ്പം മോദിജി അടക്കമുള്ള നേതാക്കളുണ്ടല്ലോ, ആരെങ്കിലും വലിയ നേതാക്കൾ ആശംസകൾ അറിയിച്ചിരുന്നു? തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ BJP സെക്രട്ടറി ആയിട്ടുള്ള KS രാധാകൃഷ്ണൻ സാർ അറിയിച്ചിരുന്നു. പിന്നെ നേരിട്ടല്ലെങ്കിൽ കൂടെ നമ്മുടെ എന്തായിരുന്നു പ്രസിഡൻ്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സാറ് സുനിലങ്ങൾ വഴി അറിയിച്ചിരുന്നു. അതുപോലെ എല്ലാവരും ഈച്ച് ആൻഡ് എവരി ആൾക്കാർ നമ്മളെ എന്താ പറയുക
ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മി പ്രിയ ചേച്ചി പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ തോന്നുന്നുണ്ട് ഇപ്പോൾ നിലവിൽ BJPക്ക്? സത്യം പറഞ്ഞാൽ എനിക്ക് മുന്നേ ആദ്യമേ ഉണ്ടായിരുന്നതിലും ഇപ്പോൾ ഇരട്ടി പ്രതീക്ഷ തോന്നുന്നുണ്ട്. കാരണം ജനങ്ങൾ എന്താ പറയുക, എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നത് എൻ്റെ പ്രായമായിരുന്നു, ഇത്രയും ചെറിയ കുട്ടി എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് ആളുകൾ നോക്കുന്നത് യുവത്വം വരട്ടെ എന്നുള്ളതാണ്. കാരണം അവർക്കും ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു മനോഭാവം എനിക്കിപ്പോൾ നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെന്നിടത്തൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്, അതും എനിക്ക്. പിന്നെ എന്താ പറയുക, സോഷ്യൽ മീഡിയകളിലെ കമൻറ്റ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആശയങ്ങൾ ആളുകൾക്ക് കുറേ കൂടെ മനസ്സിലാവുന്നുണ്ട്, നമ്മളെ മനസ്സിലാവുന്നുണ്ട്, ഒരു വിശ്വാസം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. സോഷ്യൽ മീഡിയ താരമാണെങ്കിൽ ഇപ്പൊ കൂടി ഒരുപാട് ആളുകൾ ഫാൻസായി മാറിയിട്ടുണ്ടല്ലോ. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരിക്കലും ഇപ്പോൾ ഫോളോവേഴ്സ് കൂടുന്നതിന് ഫാൻസ് എന്നൊരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർ നമ്മളെ ഫോളോ ചെയ്യുന്നത്, അതായത് വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു തരത്തിൽ ഇപ്പോഴും ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ ഈ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അവർ കാണട്ടെ, അവരുടെ ഒപ്പം ഞാനുണ്ട്. സജീവമായി രാഷ്ട്രീയത്തിലുണ്ടാവും, അങ്ങനെ തന്നെ വിചാരിക്കാം. രാഷ്ട്രീയം, ഞാൻ ഇപ്പോഴും പറയുന്നു, രാഷ്ട്രീയം എന്നതിലപ്പുറത്തേക്ക് സജീവമായി സേവനങ്ങളിൽ ഞാനുണ്ടാവും.